നമസ്കാരം. ഈ ചിത്രം കണ്ടിട്ടുള്ളവർ രണ്ടു തുള്ളി കണ്ണീരെങ്കിലും പൊഴിക്കാതിരിക്കില്ല. അത്രയ്ക്ക് മനോഹരമായ സിനിമയായിരുന്നു തനിയാവർത്തനം. അതിലെ ബാലൻ മാഷിനെയും ആ കഥാപാത്രത്തെ അനശ്വരനാക്കിയ മമ്മൂട്ടിയെയും നമുക്ക് മറക്കുവാൻ കഴിയില്ല. എല്ലാവരും കൂടി ഭ്രാന്തനാക്കിയ ബാലൻ മാഷിനെ, അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ മറക്കുക? ഒരുപാട് നമ്മെ നൊമ്പരപ്പെടുത്തുന്ന പല രംഗങ്ങളും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഭ്രാന്തില്ലാത്ത തൻ്റെ മകനെ കുടുംബവും സമൂഹവും ഭ്രാന്തനാക്കിയപ്പോൾ അത് കണ്ടു നിൽക്കുവാൻ ശേഷിയില്ലാതെ സ്വന്തം അമ്മ തന്നെ ആഹാരത്തിൽ വിഷം നൽകുന്നതും അത് വിഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും സന്തോഷത്തോടെ അമ്മ ഉരുട്ടി നൽകിയ ഉരുളച്ചോറ് കഴിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആരുടെ ഹൃദയത്തെയാണ് പൊള്ളിക്കാത്തത്? അത്രയ്ക്ക് ഹൃദയം നുറുങ്ങുന്ന രംഗങ്ങളായിരുന്നു തനിയാവർത്തനം എന്ന സിനിമയെ നാം നെഞ്ചോട് ചേർത്തു പിടിച്ചത്. തനിയാവർത്തനം പോലെ ഒരു സിനിമ ഇനി ഉണ്ടാകില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കമൽഹാസൻ്റെ പ്രിയപ്പെട്ട 70 ഇന്ത്യൻ സിനിമകളിൽ ഒന്നായിരുന്നു തനിയാവർത്തനം. 1987 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തനിയാവർത്തനം. ഒരുപാട് കഥാമൂല്യമുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച സിബി മലയിലായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ കുടുംബകഥകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ ലോഹിതദാസ് ആദ്യമായി തിരക്കഥ രചിച്ചത് ഈ ചിത്രത്തിനു വേണ്ടിയായിരുന്നു. ഒരു കുടുംബത്തിലെ പുരുഷന്മാർക്ക് പാരമ്പര്യമായി ലഭിക്കുന്ന ഭ്രാന്തിൻ്റെ വിഹ്വലതകളിൽപ്പെട്ടുഴലുന്ന ബാലൻ മാഷ് എന്ന കഥാപാത്രത്തിൻ്റെ സങ്കീർണ ഭാവങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം. മമ്മൂട്ടി, മുകേഷ്, തിലകൻ, സരിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഹൃദയസ്പർശിയായ സിനിമയായിരുന്നു തനിയാവർത്തനം. മമ്മൂട്ടി അഭിനയിച്ച് വിസ്മയിപ്പിച്ച ബാലൻ മാഷ് എന്ന കഥാപാത്രം ഒരു നൊമ്പരമായി നമ്മുടെയെല്ലാം മനസ്സിൽ മായാതെ മറയാതെ ഉണ്ടാകും.